ബിസിനസ്സിലോട്ട് എങ്ങനെയാണ് നിങ്ങൾ എത്തിപ്പെട്ടത്? ഈ സിനിമയുടെ കഥ നിങ്ങൾ എങ്ങനെ ത്രില്ലാണോ? നിങ്ങൾ ആടലോടകം പോലൊരു സീരീസ് ചെയ്ത് ഹിറ്റായ ഒരു ടീമാണ്. ഇതിലോട്ട് കാസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ നിങ്ങളുടെ റോൾ എങ്ങനെയാണെന്നൊക്കെ ചോദിച്ച് ക്ലിയർ ആയിട്ടാണോ അതൊക്കെ അറിയുന്നത്? നിങ്ങൾ എക്സൈറ്റ്മെന്റ് ആണോ? അല്ല, ഈ അഭിജിത്ത് നൂറാണി എന്ന് പറയുന്നത് നമ്മളെ ഏറ്റവും അകത്ത് സുഹൃത്താണ്. അപ്പോൾ ഇപ്പോൾ ഡയറക്ടറെ നമ്മൾ സാറെന്ന് വിളിക്കാറ്. അപ്പോൾ ഈ ഒരു സബ്ജക്റ്റ് പുള്ളിക്ക് നേരത്തെ ഒരു സിനിമ എന്ന് പറഞ്ഞൊരു മോഹം മനസ്സിൽ എപ്പോഴും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സബ്ജക്റ്റ് പറയുമ്പോൾ അതിൽ പ്രത്യേകിച്ച് കൂടുതൽ ഇത് ക്രൈമാണ്. അപ്പോൾ പോലീസ് അവർ ഇതൊക്കെ ആയിട്ടുള്ളതാണ്. അല്ല, അപ്പോൾ നമുക്ക് അതിൽ പോലീസ് ചെയ്യാനുള്ള നമ്മൾ ലുക്കില്ല. അപ്പോൾ അതുകൊണ്ട് പുള്ളിക്ക് നമുക്ക് തന്നൊരു ചെറിയ റോളാണെങ്കിൽ പോലും പുള്ളിക്ക് നമുക്ക് ചോദിക്കാൻ വേണ്ടി മടിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു എന്തിനായിട്ട് നമുക്ക് ചെറിയ റോൾ നമുക്കൊരു വിഷയമില്ല. ആ പറ്റുമ്പോൾ ഒരു 30 ദിവസം നമ്മൾ വിളിച്ച് വരുത്തി അത് വേറെ അത് ചോദിക്കുന്നുണ്ട് പിന്നീട്. അപ്പോൾ എന്തായാലും ത്രില്ലറാണ് പടം. അതിലുള്ള സാധനങ്ങളെല്ലാം ഉണ്ട്. കണ്ടന്റ് ഈസ് കിങ് എന്ന് പറയുന്നവരെല്ലാം പുതിയ മുഖങ്ങളാണ്. അപ്പോൾ അതിനുള്ള സാധനം അവിടെ ഉണ്ട്. പുതിയ മുഖങ്ങളെന്നുള്ള കഥ ആ ലെവലിൽ സിനിമ ശ്രദ്ധിക്കപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. കഥയിൽ വിശ്വാസം ഉണ്ട്. ഇപ്പം നല്ല ഇപ്പം അങ്ങനെ എനിക്ക് തോന്നുന്നില്ല ഇപ്പം ആൾക്കാർ നല്ല ബഡ്ജറ്റ് വേണമെന്ന് അല്ല, സിനിമ ഇപ്പോൾ മുമ്പത്തെ വെച്ച് നോക്കുമ്പോഴത്തേക്കും കഥയും കണ്ടന്റിനെ ഇഷ്ടപ്പെട്ട് തുടങ്ങിയ ആൾക്കാർ. അങ്ങനെ ഇഷ്ടംപോലെ സിനിമകൾ ഇപ്പം ഒരുപാട് ഹിറ്റായിട്ടുള്ള സിനിമ. എനിക്ക് തോന്നുന്നു ഇപ്പം വലിയ പബ്ലിസിറ്റി ഒന്നുമില്ല. ഗോളം ആ ഒരു ത്രില്ലറാണ്. അത്യാവശ്യം അത് നല്ല രീതിക്ക് ശ്രദ്ധയപ്പെട്ടിട്ടുണ്ട്. കഥയാണ് ഇപ്പോൾ ഉള്ളതെല്ലാം. പിന്നെ പുതിയ ടേസ്റ്റ് മാറിയിട്ടുണ്ട്. അതെ അതെ അതെ. ഇപ്പൊ ഉറപ്പായിട്ടും സിനിമയുടെ കണ്ടന്റ് അതെ അതെ. ഇപ്പം തന്നെ നമ്മളിപ്പോൾ നല്ലൊരു പടം ഇറങ്ങി കഴിഞ്ഞാൽ ചിലപ്പോൾ രണ്ടുപേരും നല്ല റിവ്യൂ പറയുമ്പോഴത്തേക്കും ആൾക്കാർ ഓൾറെഡി പോകും. ഒന്നാമത്തെ കാര്യം റിവ്യൂ നല്ല രീതിയിൽ. പക്ഷേ ഡീഗ്രേഡ് ചെയ്യുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. 10 പേര് വന്ന് ഒരാളെ ഫ്രണ്ട് ഇരുന്നിട്ട് ഇങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആൾക്കാർക്കൊരു വിമിഷ്ടം ഉണ്ടാവും. പക്ഷേ നല്ല സിനിമകൾ കേൾക്കുമ്പോൾ തന്നെ ഇപ്പോൾ ആൾക്കാർ കയറി പോകുന്നുണ്ട്. അപ്പോൾ ഒരു ഫ്രീ ടൈം കിട്ടുകയാണ് ഇന്ന പടം കൊള്ളാമെന്ന് പറയുന്നുണ്ട് ആൾക്കാർ. അപ്പം അങ്ങനെ അപ്പോൾ ഞാൻ ഇപ്പോൾ ഏകദേശം ശ്രദ്ധിച്ച് ഗോളം എന്ന് പറഞ്ഞാൽ വലിയ ഫെയിം വാല്യൂ ഉള്ള ആൾക്കാർ കുറവാണ്. പക്ഷേ ആ പടത്തിന്റെ ഇതും അത് വെച്ചിട്ട് ആ സാധനം നല്ലപോലെ കയറി. ആൾക്കാർ കണ്ടു കഴിഞ്ഞാലേ നമുക്ക് ഈ ഒരു സാധനം കൊള്ളാൻ പോലും എന്നുള്ളത്, തിയേറ്ററിൽ എത്തി എല്ലാവരും കാണണമെന്നുള്ളതാണ്, എല്ലാവരിലോട്ട് എത്തണമെന്നുള്ളതാണ്. പിന്നെ ഒരുപാട് കഴിവുള്ള കൊച്ചു പയ്യന്മാരായാലും ഡയറക്റ്റ് ചെയ്യാൻ കഴിവുള്ള ഒരുപാട് പേര്. പക്ഷെ അവർക്ക് ഇത് കണക്കാണ് പല ആൾക്കാരിൽ ചെല്ലുമ്പോഴത്തേക്ക് ഇവരിലുള്ള ഒരു കോൺഫിഡൻസ് ഇല്ലാത്തതുകൊണ്ടാണ് അങ്ങനെ പോകുന്നത്. പക്ഷെ കഴിവുള്ള ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. അപ്പോൾ എല്ലാവർക്കും കയറി വരാൻ ഒരു അവസരം ഉണ്ടാവട്ടെ. അപ്പം അതിപ്പം ഭയങ്കര ഫെയിം വാല്യൂ ഉള്ളതല്ല. നിങ്ങളുടെ കഴിവ് വിശ്വസിച്ച് നിങ്ങൾ ചെയ്യുക, ബാക്കിയൊക്കെ പുറകെ വന്നോളൂ. ഉണ്ട്. കാരണം നമ്മൾ ഇത് ഒരിക്കലും ഒരു കോമഡി അല്ല. നമ്മള് 3 പേരുണ്ട്. ഞാൻ സുനിൽ ദാസൻ, അനീഷ്. നല്ല റോളാണ് ചെയ്തിരിക്കുന്നത്. കാരണം നമ്മുടെ ഏജിന് നമ്മുടെ ക്യാരക്ടറിന് പറ്റിയ ഒരു സ്ക്രിപ്റ്റ് അല്ല ഇത്. നമുക്ക് അടിച്ചേൽപ്പിക്കാൻ പറ്റില്ലല്ലോ. ഇപ്പോൾ ഫ്രണ്ട്സ് ആണെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അടിച്ചേൽപ്പിക്കാൻ പറ്റില്ല. അത് നമ്മൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. ചേട്ടാ, പടത്തിൽ നമ്മളെ മുഖം ഒന്നും നോക്കണം, കോംപ്രമൈസ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം സിനിമയാണ്. നിങ്ങൾക്ക് ആപ്റ്റ് ആവുന്ന റോള് മാത്രം നിങ്ങൾ തന്നാൽ മതി എന്നുള്ള നമ്മൾ പറഞ്ഞു. അപ്പം അല്ലെങ്കിൽ നമ്മൾ ഇത്തിരി പോലീസ് ബുക്കൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ വിടുമോ ചെയ്യില്ല. അപ്പോൾ അങ്ങനെ അതാണ് ഏറ്റവും നല്ലത്. അയാളുടെ ആ ഒരു ഡിസിഷൻ പിന്നെ ആ ചേട്ടൻ എടുക്കുന്ന പല കാര്യങ്ങളും ഒക്കെ ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞില്ല, ഒരു 3 ദിവസം ഷൂട്ടിനെന്ന് പറഞ്ഞിരുന്നത്. പക്ഷേ ഒരു 10 ദിവസം നമ്മൾ വന്നിട്ടുണ്ടായിരുന്നു. കാരണം ഷൂട്ടിന്റെ സിനിമയെന്ന് പറയുമ്പോഴത്തേ അങ്ങനെയാണ്. പല ചെടികളിലും അങ്ങനെയാണ്. കറക്റ്റായിട്ട് നടന്നു പോകുന്നത് വളരെ ചുരുക്കമാണ്. നമ്മൾ ഇതിനു മുമ്പും ചെയ്തിട്ടുള്ള 1-2 സിനിമയിലും ഇതേപോലെ തന്നെയായിരുന്നു. ചെന്നിരിക്കും, വൈകുന്നേരം വരെ ചിലപ്പോൾ കാണും, മിണ്ടാതിരിക്കും, തിരിച്ചു കിട്ടി വരും. ഒന്ന് കോപ്പങ്ങള് ധ്യാൻ ചേട്ടന്റെ കോപ്പങ്ങളാണ്. അത് അറിയാലോ, അതാണ് ഇറങ്ങാനായിട്ട് ഇരിക്കുന്നേ ഉള്ളൂ. പിന്നെ തിമിങ്ങല വേട്ട രാജഗോപാൽ സാറിന്, അതിപ്പോൾ ഷെഡ്യൂൾ ബ്രേക്കാണ്. പിന്നെ ഞാനിപ്പോൾ എനിക്ക് ഈ റീസെൻ്റ് സജിൻ ബാബു സാർ ബിരിയാണി അതിലൊരു ചെറിയ സീൻ ചെയ്യാനായിട്ടൊരു അവസരം കിട്ടി. അപ്പോൾ ഇതെല്ലാം ഒരു ബോണസ് ആയിട്ട് തന്നെയാണ് കാണുന്നത്. ചെറിയ മൊബൈൽ സ്ക്രീനിൽ നിന്നൊരു സ്ക്രീനിലോട്ട് ചുവട് വയ്ക്കാൻ പറ്റും. അതെ, എല്ലാം ഒരു ഭാഗ്യത്തിന്റെ കളി. നല്ലൊരു നല്ല രസമുള്ള കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ നല്ല രീതിയിൽ ഇനി നിങ്ങളെ പറഞ്ഞ ആൾക്കാരെ തിരിച്ചതായിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഇനി വേറെ വരണം. അപ്പോൾ എല്ലാവരും ജൂലൈ 5 മറക്കാതെ. ഓക്കെ, താങ്ക് യു.